അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ പോകുന്നത് സൗദിയിലെ പ്രവാസികൾ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. സൗദി പ്രവാസ ലോകത്ത് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ജോലി ചെയ്യുന്നവർ. 2 വർഷമായിട്ടും 3 വർഷമായിട്ടും റീഎൻട്രി കൊടുക്കുന്നില്ല. നിങ്ങളുടെ കരാർ അനുസരിച്ച് നിങ്ങൾക്ക് ലീവ് തരണം. അത് തരാത്ത ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അവർ കമ്പനി പറയും നിങ്ങളെ കമ്പനിയുള്ള ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ജാമ്യം നിൽക്കണം, എന്നാൽ നിങ്ങൾക്ക് റീഎൻട്രി അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരാവശ്യം നിങ്ങൾക്കില്ല. അങ്ങനെ ഏതെങ്കിലും കമ്പനി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേബർ കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. യാതൊരു തടസ്സമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് നീതി നേടാം. നിങ്ങളുടെ കാലാവധി അനുസരിച്ച് നിങ്ങൾ 2 വർഷത്തിലോ 2 വർഷമോ 3 വർഷമോ നിങ്ങൾ എങ്ങനെ കരാർ വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ലീവ് തന്നിരിക്കണം. തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലേബർ കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ജാമ്യം നിന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ അപ്പോൾ നാട്ടിലേക്ക് റീഎൻട്രിക്ക് പോകുന്ന ആൾ തിരിച്ചു വന്നില്ലെങ്കിൽ ആ ജാമ്യം നിന്ന ആൾ കുടുങ്ങും. അതിലെന്താ എഴുതി നിന്നും നമുക്ക് വരാൻ പറ്റില്ല. എഴുതി എന്തെങ്കിലും കാശിൻ്റെ കാര്യങ്ങളോ മറ്റോ ആണെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുക വേണ്ട. റീഎൻട്രിക്ക് പോകുന്ന ആൾ പിന്നെ ഒരാളോട് സൈൻ ചെയ്യിപ്പിക്കും വേണ്ട. റീഎൻട്രിക്ക് എടുക്കുന്ന ആൾ റീഎൻട്രി തരുന്നില്ലെങ്കിൽ ലേബർ കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. സൈൻ ചെയ്യാൻ ആരും നിൽക്കുകയും വേണ്ട. മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.